പോലീസ് പറയുന്നത് പോലെ യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ യുവതി സദാചാര പോലീസിംഗ് നടന്നു, അതിൽ മനോവിഷമം ഉണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് വാസ്തവം? യഥാർത്ഥത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടോ? ഈ ആത്മഹത്യാക്കുറിപ്പ് തങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് കുടുംബക്കാർ പറയുന്നത്. പക്ഷേ പോലീസുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഇന്നലെ തലശ്ശേരി SCPയെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പ് അവരുടെ ശരീരത്തിൽ നിന്ന്, ഈ മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിരുന്നു. 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ്. ആ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി 3 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. മാത്രമല്ല സദാചാര പോലീസിംഗ് നടന്നിട്ടുണ്ട്, യുവാവിന് മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് യുവാവിന്റെ പരാതി ഉണ്ട് എന്നൊക്കെയാണ് ആ പോലീസിന്റെ വിശദീകരണം, പോലീസിന്റെ ഭാഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോയതെന്നാണ് തലശ്ശേരി SCP പറയുന്നത്. പക്ഷെ അങ്ങനെ ആവുമ്പോഴും ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൂടി അന്വേഷിക്കാതിരിക്കാൻ പോലീസിനാവില്ല. സ്വാഭാവികമായും ഇന്ന് രാവിലെ തന്നെ റസിയയുടെ മാതാവ് തലശ്ശേരി SCPയെ കാണുന്നുണ്ട്, നേരിട്ട് തന്നെ പരാതി നൽകുന്നുണ്ട്. ഈ സ്വർണവും പണവും നൽകിയത് മാത്രമല്ല, പലതരത്തിലുള്ള ചൂഷണം നടന്നിട്ടുണ്ട്. ആ ചൂഷണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കണം. അതായത് ഈ ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കണം. ആൺ സുഹൃത്തിന്റെ മാനസികവും ശാരീരികവുമായ പീഡനത്തെ തുടർന്നാണ്, അതുപോലെ തന്നെ ഈ സ്വർണവും തട്ടിയെടുത്തതിൽ അതിൽ മനംനൊന്താണ്, അതിൽ താൻ ചതിക്കപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ടാണ് റസീന ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ കാരണക്കാരൻ ആൺ സുഹൃത്താണ്. ആൺ സുഹൃത്തിനെ കൂടി ഈ കേസിൽ പ്രതിയാക്കണം. മറ്റുള്ള അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നിരപരാധികളാണ് എന്ന നിലപാടാണ് ഈ കുടുംബം, പ്രത്യേകിച്ച് മാതാവും സഹോദരങ്ങളും എടുക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് തലശ്ശേരി SCPക്ക് പരാതി നൽകുമെന്നും മാതാവ് പറയുന്നുണ്ട്. എന്തായാലും ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് റസീന ഇത്തരത്തിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയ വിവരം കുടുംബക്കാർ അറിയുന്നത്. അത് പല ആളുകളിൽ നിന്നായി പറഞ്ഞറിഞ്ഞതാണ്. അതേ തുടർന്ന് റസീനയെ ഈ കസിൻ പ്രദേശത്ത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് റസീനയും ഈ സുഹൃത്തിനെയും കൂടി അച്ചങ്കര പാലത്തിന് സമീപത്തെ കാറിൽ വെച്ച് കാണുന്നത്. അവിടെ വെച്ച് എന്താണ് സംഭവം എന്ന് ചോദിക്കുകയും തുടർന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മറ്റു ചില ഇടപെടലുകൾ ഇതിനകത്ത് നടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സദാചാര പോലീസിംഗ് ആരോപിച്ചുകൊണ്ട് ഈ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ യഥാർത്ഥത്തിൽ മരണത്തിന് കാരണം, ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്താണെന്ന ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. അക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാവണം. ആൺ സുഹൃത്തിലേക്ക് അന്വേഷണം പോകണം. ആൺ സുഹൃത്തിന്റെ ഈ ഒരു ടാബും ഒപ്പം മൊബൈലും ഇവിടുന്ന് പിടിച്ചെടുത്തിരുന്നു. ആ മൊബൈലിലും ടാബിലും ചില നിർണായകമായ വിവരങ്ങളുണ്ട്, ചില ദൃശ്യങ്ങളുണ്ട്. അത് പോലീസ് കണ്ടെടുക്കണം. അങ്ങനെ കണ്ടെടുത്താൽ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് അത്തരം കാരണങ്ങൾ കൂടി കണ്ടെത്തി യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം പോകണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്.